ഹായ് കുട്ടീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൂട്ടീൻ്റെ ഒരു ബോട്ടിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇതിൻ്റെ കവറിന്നോ അല്ലെങ്കിൽ ആ ഒരു കാർഡ്ബോർഡ്. അപ്പോൾ ഈ ഒരു ബോക്സ്, അപ്പോൾ ഈ ഒരു ബോക്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം, അതായത് നമ്മുടെ കിച്ചണിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് സ്പൂൺ ഹോൾഡർ, നമ്മൾ സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രൂട്ടീൻ്റെ ആ ഒരു തുളയുള്ള ഭാഗമില്ല, അതായത് നമ്മൾ ആ ഒരു സ്ട്രോ ഇട്ട് കുടിക്കുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗം, അതായത് കുട്ടി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതായത് ഇതിനൊരു ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ബ്ലേഡ് വെച്ച്, എക്സ്റ്റൻഷൻ ബ്ലേഡ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കത്രിക കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എക്സ്റ്റൻഷൻ ബ്ലേഡ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് നല്ല രീതിയിൽ മൂർച്ച കുറവുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം, മൊത്തത്തിലൊന്ന് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന വൈറ്റ് പേപ്പർ, അതായത് നമ്മുടെ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് മുഴുവനായിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു കവർ, ഏതെങ്കിലും നല്ല കവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിനൊരു കവറിങ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും ജസ്റ്റ് ഫെവിക്കോളായി കൊടുക്കുക, അതിൻ്റെ മേലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലായിരുന്നു, ടിഷ്യൂ പേപ്പറാണ് ഇതിനേക്കാട്ട് കൂടുതൽ ബെറ്റർ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ആ ഒരു പേപ്പറിൻ്റെ ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, താഴത്തും അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ നല്ല കളർ പേപ്പർ ഉണ്ടെങ്കിൽ, അതായത് നല്ല കളറൊക്കെ കൊടുക്കുന്ന കളർ പേപ്പർ ഉണ്ടാവില്ല, അങ്ങനത്തെ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു അധികം വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അന്ന് നീറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിലത്തെ ആ ഒരു വശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഭാഗം കൂടെ നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് അടിയിലത്തെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് മടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കത്രിക കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗത്തിൻ്റെ 4 ഭാഗത്തായിട്ട് ഇതേപോലെ കട്ടിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സെക്കർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ തന്നെ അത് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അത് അവിടെയൊക്കെ ഒന്ന് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു പിന്നുണ്ടല്ലോ, ആ ഒരു പിന്ന് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അടിയിലത്തെ ഈ ഒരു വശങ്ങളൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ബാക്കി ഉള്ളിലേക്ക് പടക്കേണ്ട ആ ഒരു വശങ്ങൾ കൂടെ ഞാൻ നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ആ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ഫോൾഡായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഇത് ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ അത് ഉള്ളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കാണുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എങ്കിലും നല്ല രീതിയിൽ സെക്കർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള പ്ലാസ്റ്റിക് കവർ, ഗിഫ്റ്റ് പേപ്പറൊക്കെ ഉണ്ടാവില്ല, അത് പൊതിയുന്ന അതാണെങ്കിലും നല്ലതായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ കിച്ചണിൽ വെക്കുന്നതായതുകൊണ്ട് അങ്ങനത്തെ ഗിഫ്റ്റ് പേപ്പറൊക്കെ ആണെങ്കിൽ വെള്ളം ആയാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളത് മുഴുവനായിട്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് ട്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കിച്ചണിൽ വെക്കുന്നതായതുകൊണ്ട് തന്നെ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് മൈ കിച്ചൺ മൈ റൂൾ എന്നുള്ള ഒരു കോട്ടാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവിടെ എവിടെയായിട്ട് കിച്ചണിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വരച്ച് കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല, എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റേതായ രീതിയിൽ എന്തൊക്കെ വരച്ചു. എനിക്ക് അറിയുന്നു എന്ന് പറയാനും പറ്റില്ല, കാരണം അത്രയും നമുക്ക് അങ്ങനെ ചിത്രം വരക്കാനൊന്നും അറിയില്ല. പക്ഷേ എന്തൊക്കെയോ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു കപ്പിൻ്റെയും സ്പൂണിൻ്റെയും, കണ്ടാൽ സ്പൂണാണെന്ന് തോന്നുന്നു സ്പൂണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈ പാൻ, അതിൻ്റെ ഒക്കെ കുറച്ച് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ മേലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് കളർ ആക്രിലിക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലും നല്ലത് ബ്രഷ് പെന്ന്, സ്കെച്ച് പെന്നൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മുടെ അടുത്ത് അതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ ചിത്രം വരക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇതിലും കൂടുതൽ ഇത് ഭംഗിയായിട്ടൊക്കെ കിട്ടും. അപ്പോൾ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ എന്തൊക്കെയോ വരച്ച് വെച്ചതാണ്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ അവസാനത്തെ ആ ഒരു ചിത്രങ്ങളും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു കാണുന്ന വശത്ത് മാത്രമല്ല, അത് 3 വശങ്ങളിലും നമ്മൾ ഇതേപോലെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ ഈ ഒരു ക്വാഡ്സ് എഴുതി കൊടുക്കുന്നുള്ളൂ, കാരണം ബാക്കിലത്തെ വശത്ത് എഴുതിയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഒരു വശം നമ്മൾ വെക്കുന്ന ടൈമിൽ ബാഗിലേക്ക് പോകും. അപ്പോൾ ഇത് ഞാനത് സ്റ്റിക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ അടിയിൽ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് ജസ്റ്റ് അതിൻ്റെ മേലത്തെ ആ ഒരു ഭാഗം കൂടെ പീൽ ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നല്ല രീതിയിൽ സ്റ്റിക്കായിട്ട് നിൽക്കണം എന്ന് ആവശ്യമുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ വലിയ സ്റ്റിക്കറും അല്ലെങ്കിൽ കുറച്ചധികം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു സ്റ്റിക്ക് ചെയ്തിട്ട് അതിങ്ങനെ അവിടെ സ്റ്റിക്ക് ചെയ്ത് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന സ്പൂൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്രൂട്ടീൻ്റെ ആ ഒരു ബോട്ടിലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫ്രൂട്ടീൻ്റെ ആ ഒരു ബോക്സ് ആയതുകൊണ്ട് തന്നെ അതിന് നല്ല വെയിറ്റ് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അടിയിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മൾ സ്റ്റിക്കർ വെച്ചിട്ടൊന്ന് താഴത്തെ ടൈമിൽ അത് താഴെ തന്നെ നിന്നു കേട്ടോ.
അപ്പോൾ ഇതെന്തായാലും നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു ഫ്രൂട്ടീൻ്റെ ബോക്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതുപോലുള്ള ബോക്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൂട്ടി കുടിച്ചിട്ട് ഈ ഒരു ബോക്സ് കളയാതെ വെക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് ഇതുപോലെ തന്നെ ഒരു ഡെസ്ക് ഡെക്കോർ അല്ലെങ്കിൽ ഒരു പെൻ ഹോൾഡറിൻ്റെ സംഭവം ഞാൻ ഫ്രൂട്ടീൻ്റെ ബോക്സ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കുട്ടി കുട്ടി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്താണ് നമ്മുടെ വീഡിയോ അത്ര ബസ് ചെയ്യൂ.